സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ചയാണേ. അപ്പോൾ സാധാരണ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് പൂജകൾ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. രാവിലെ പൂജകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ തലേ ദിവസത്തെ ഫോട്ടോയിലൊക്കെ വെച്ചിരിക്കുന്ന പൂക്കളും എല്ലാം എടുത്തു മാറ്റി, വിളക്കുകളും എല്ലാം എടുത്തു മാറ്റി പൂജാമുറി ഒന്ന് തുടച്ച് വൃത്തിയാക്കും. ആ ടേബിൾ മാത്രം തുടച്ച് വൃത്തിയാക്കും. അതിനുശേഷം വിളക്കിൽ പഴയ എണ്ണയും തിരിയും എല്ലാം കളഞ്ഞ് വിളക്കെല്ലാം തുടച്ചെടുത്ത്, എല്ലാ ദിവസവും ഞാൻ വിളക്ക് തുടച്ചാണ് എടുക്കുന്നത്. ചൊവ്വാഴ്ചത്തേക്കും വെള്ളിയാഴ്ചത്തേക്കും മാത്രം വിളക്കുകൾ കഴുകിയെടുക്കും. ബാക്കി എല്ലാ ദിവസങ്ങളും വിളക്ക് തുടച്ച് പുതിയ എണ്ണയും തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിളക്കെല്ലാം റെഡിയാക്കിയതിന് ശേഷം വിളക്കെല്ലാം തെളിയിക്കും. അതിനുശേഷം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ദീപപൂജയാണ്. നമ്മൾ നിലവിളക്കിനെ തന്നെ അല്ലെങ്കിൽ ഏത് ദീപമായാലും നമ്മളത് തെളിയിച്ച് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഒരു ദേവതാ സങ്കല്പമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ വിളക്കിനെ തന്നെ നമ്മൾ ആദ്യമേ ചെയ്യുന്നതാണ് ദീപപൂജ. അത് വിളക്ക് നന്നായി തെളിഞ്ഞ് കത്തിയതിന് ശേഷമാണ് നമ്മൾ ദീപപൂജ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ദീപപൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, നമ്മൾ ധൂപം ഉണ്ടല്ലോ, അത് ചന്ദനത്തിരി ആയാലും കൊള്ളാം. എങ്ങനെ ധൂപം ഇപ്പം നമുക്ക് കിട്ടുമല്ലോ കട്ട സാമ്പ്രാണിയായിട്ട്, അതാണെങ്കിലും 3 പ്രാവശ്യം ഒഴിഞ്ഞ് ധൂപാരാധന ചെയ്തതിന് ശേഷം 3 പൂക്കൾ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയാണ് നമ്മൾ ദീപപൂജ ചെയ്യേണ്ടത്. ദീപപൂജ ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി ദൈവങ്ങൾക്കെല്ലാം നമ്മൾ ധൂപാരാധന ചെയ്യുന്നത്. ആദ്യമേ അതിന് ഒരു ഓർഡറുണ്ട്. അതായത് ഗണപതി ഭഗവാനാണ് നമ്മൾ ഏത് പൂജയാണെങ്കിലും, ഏത് ധൂപാരാധനയാണെങ്കിലും, ദീപാരാധനയാണെങ്കിലും, കർപ്പൂര ആരതിയാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥനയാണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ആദ്യമേ സ്മരിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ്. അപ്പം ധൂപപൂജ ചെയ്യുമ്പോഴും ആദ്യമേ നമ്മൾ ഗണപതി ഭഗവാന് ധൂപപൂജ ചെയ്ത് പൂക്കൾ സമർപ്പിക്കുക. അതിനുശേഷം നമ്മളുടെ കുടുംബദൈവങ്ങൾക്കായിട്ട് ഇങ്ങനെ കുടം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടത്തിൽ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ മനസ്സാലെ നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സാലെ പ്രാർത്ഥിച്ചിട്ട് കുടം വെച്ചിട്ടുണ്ടെങ്കിൽ കുടത്തിന് ധൂപ ആരതി എടുത്തതിന് ശേഷം അതിനും പൂക്കൾ സമർപ്പിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടദൈവത്തിന്, എല്ലാവർക്കും ഒരു ഇഷ്ടദൈവം ഉണ്ടാവും അല്ലേ. ആ ഇഷ്ടദൈവത്തിനെയാണ് നമ്മൾ മൂന്നാമതായിട്ട് സ്മരിക്കേണ്ടത്. ഇഷ്ടദൈവത്തിന് 3 പ്രാവശ്യം ധൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിക്കണം. അതിനുശേഷം ബാക്കി എല്ലാവർക്കും ധൂപാരാധന ചെയ്തിട്ട് പൂക്കൾ സമർപ്പിക്കാം. അപ്പോൾ ഒരു പൂജയിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അവർക്ക് ഗന്ധം കൊടുക്കുക എന്നുള്ളതാണ്. ആ ഗന്ധത്തിനാണ് നമ്മൾ ധൂപാരാധന ചെയ്തതും പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാം. നമ്മളുടെ കയ്യിൽ മാലയുണ്ടെങ്കിൽ മാല ചാർത്താം, അല്ലെങ്കിൽ നമ്മൾ വസ്ത്രമാണെങ്കിൽ വസ്ത്രം ചാർത്താം, അല്ലെങ്കിൽ സാധാരണ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാനാണെങ്കിൽ നമ്മൾക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ ധൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ്. നിവേദ്യം സമർപ്പിക്കുന്നവർക്ക് അത് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നിവേദ്യം സമർപ്പിക്കുന്നവരാണെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് നിവേദ്യമായിട്ട് സമർപ്പിച്ചിട്ട് ഞാൻ കിണ്ടിയിൽ വെള്ളവും കൂടെ വെക്കും കേട്ടോ. അത് ഞാൻ കുടിക്കാനുള്ള ഭഗവാന് നേദിക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. അല്ലാതെ ഉള്ളവർക്ക് വിളക്കിൻ്റെ വലതുവശത്തായിട്ട് കിണ്ടിയിൽ വെള്ളം സമർപ്പിക്കാവുന്നതാണ്. എൻ്റെ മനസ്സാലെ ഞാൻ അവർക്ക് കുടിക്കാവുന്ന രീതിയിലാണ് ഞാൻ വെള്ളം സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കിണ്ടിയിൽ വെള്ളവും നിവേദ്യവും സമർപ്പിക്കും. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം അത് നിവേദ്യം കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിവേദ്യം കൊടുക്കാം. കൈവച്ച് നമ്മളിങ്ങനെ 3 പ്രാവശ്യം നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് മനസ്സാലെ പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക. ധൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളോ കീർത്തനങ്ങളോ നാമങ്ങളോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം, ജപിക്കാം. അങ്ങനെ ജപിച്ചതിന് ശേഷം നമുക്ക് അവസാനം ക്ഷമാപണവും സമർപ്പണ മന്ത്രവും ചൊല്ലി പൂജകൾ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഒരു ദിവസം, അതായത് പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു ദിവസം ഞാൻ സാധാരണ രാവിലത്തെ പൂജ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് വിളക്ക് തെളിയിക്കും,
അതിനുശേഷം ധൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിക്കും. വിളക്കിന് ദീപപൂജ ചെയ്ത് പൂക്കൾ സമർപ്പിക്കും. അതിനുശേഷം നിവേദ്യം നൽകും. നിവേദ്യം നൽകിയതിന് ശേഷം നാമങ്ങളെല്ലാം ചൊല്ലും. അതിനുശേഷം സമർപ്പണ മന്ത്രവും ക്ഷമാപണവും എല്ലാം ചൊല്ലി ഞാൻ പൂജകൾ അവസാനിപ്പിക്കും. അങ്ങനെയാണ് സാധാരണ ഒരു ദിവസത്തെ എൻ്റെ പൂജ. ഇത് മാത്രം പോരാ, എല്ലാ ദിവസവും ദീപാരാധനയും നെയ്ദീപാരതിയും കർപ്പൂരാരതിയും ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ആദ്യമേ ധൂപാരാധന ചെയ്തതിന് ശേഷം നിവേദ്യം നൽകുക. നിവേദ്യം നൽകിയതിന് ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് നെയ്ദീപ ആരതിയും കർപ്പൂരാരാധനയും ചെയ്തതിന് ശേഷം സമർപ്പണ മന്ത്രവും ക്ഷമാപണവും എല്ലാം ചൊല്ലി പൂജ അവസാനിപ്പിക്കാം. ഏറ്റവും അവസാനം നമ്മൾ കർപ്പൂര ആരതിയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ പൂജകൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ധൂപാരാധന, പിന്നെ നിവേദ്യം, പിന്നെ ദീപാരാധന, പിന്നെ കർപ്പൂരാരതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമർപ്പണവും ക്ഷമാപണവുമാണ് ചെല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേറെ മറ്റുള്ളതൊന്നും പറ്റൂല. അതാണ് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ പൂജാമുറി ഒന്നുമില്ല, നിലവിളക്ക് മാത്രമാണ് തെളിയിക്കുന്നതെങ്കിൽ നിലവിളക്ക് 5 തിരിയിട്ടോ അല്ലെങ്കിൽ 2 തിരിയിട്ടോ എങ്ങനെയാണോ നമ്മൾ തെളിയിക്കുന്നത് അത് പ്രകാരം നിലവിളക്ക് തെളിയിക്കുക. അതിനുശേഷം നിലവിളക്ക് നന്നായി ഒന്ന് ജ്വലിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമല്ലോ, ആ ചന്ദനത്തിരി കൊണ്ട് 3 പ്രാവശ്യം ധൂപാരാധി ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പൂക്കളും കൂടി സമർപ്പിക്കുക. അതുമാത്രം മതിയാവും നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ, കമൻറ്റിൽ വന്ന് പറയുവാണെങ്കിൽ, ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നന്ദി.